നേതാക്കൾ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ്. വി ജോയിയും വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ്. പോലീസ് ADGP പറഞ്ഞ കാര്യങ്ങൾ അവർ ചർച്ച നടത്തി. നമസ്കാരം. ഇന്ന് തലസ്ഥാനത്ത് ഉണ്ടായത് അത്ഭുതകരമായ സംഭവങ്ങളാണ്. അതായത് പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നു. ED റെയ്ഡ് നടത്തിയതിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് CPM പ്രവർത്തകർ ഒന്നാകെ ED സംഘം യാത്ര ചെയ്ത വാഹനം ആക്രമിക്കുന്നത്, അടിച്ചു തകർക്കുന്നത്. ഇതിന് പിന്നാലെ ഈ വാഹനം അടിച്ചു തകർത്ത CPMൻ്റെ സംഘം ഈ പാളയത്തുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി ഒളിക്കുന്നു. ഇതിന് കൂട്ടുനിന്നിരിക്കുന്നത് ജോൺ ബ്രിട്ടാസും കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കളാണ്. എടുത്തു പറയേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള സംഘത്തിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രതികളെ ഇവിടെ ഒളിപ്പിച്ചത്. എന്തായാലും ഉദ്വേഗജനകമായ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് കാണുവാൻ സാധിച്ചത്. നിരവധി പ്രവർത്തകരാണ് ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേർന്നത്. അതേസമയം ഉള്ളിൽ ഈ പ്രതികളെ എല്ലാം തന്നെ ഒളിപ്പിച്ചിരുന്നു. വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഏർപ്പാടാക്കി. ഇതിന് പിന്നാലെ CPM നേതാക്കൾ പറയുന്നു, ഒരിക്കലും തന്നെ പാർട്ടി ഓഫീസിൽ കയറിക്കൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം മറ്റു ചില നേതാക്കൾ, ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് ഇവിടെ പ്രതികൾ ഇല്ല എന്നാണ്. എന്നാൽ ഏറ്റവും അവസാന നിമിഷത്തിൽ പ്രതികൾ താനേ ഇറങ്ങി വരുന്നു. അതായത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും താനേ ഇറങ്ങി വരുന്നു. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യം അത് കാണാം. നേതാക്കൾ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, സംസ്ഥാന സെക്രട്ടറി വി ശിവൻകുട്ടി പുറത്തേക്ക് വരുന്നു. നേതാക്കൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നു. പോലീസ് ഉറപ്പായിരിക്കുമ്പോൾ വീണ്ടും ഇവിടെ ജോൺ ബ്രിട്ടാസും കടകംപള്ളി സുരേന്ദ്രനുമായി സംസാരിക്കുകയാണ്. ഒരു പോലീസ് നടപടി പാർട്ടി ഓഫീസിൽ പാടില്ല, അത് വേണ്ട എന്നൊരു അവസാനവട്ട ചർച്ച നടക്കുകയാണ്. വിഷയങ്ങളിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. ADGP H. വെങ്കടേഷ് തന്നെ നേരിട്ടെത്തി ഈ ആക്ഷന് നേതൃത്വം നൽകുകയാണ്. GCPമാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ സംസാരിച്ചു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളുണ്ട്, SFI സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുണ്ട്. SFI കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യം. പക്ഷേ ഒരു തരത്തിലും പ്രവർത്തകരെ പാർട്ടി ഓഫീസിലുള്ള ഏരിയ കമ്മിറ്റി ഓഫീസുകാരെ പിടികൂടാൻ അനുവദിക്കില്ല. ഈ നേരത്തെ DCPമാർ നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാതെയാണ് ഇപ്പോൾ ADGP വെങ്കടേഷ് തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ കഴിയില്ല, ആക്ഷനിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അങ്ങനെ മാറണമെങ്കിൽ കൃത്യമായി പ്രവർത്തകരെ കസ്റ്റഡിയിൽ വിടണം, പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാഹചര്യം ഒരുക്കണം, അനുവാദം നൽകണമെന്നാണ് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നാണ് വെങ്കടേഷ് ഫ്രണ്ട് ഓടി കേട്ടോ. സന്തോഷം ഇവിടെ കണ്ടല്ലോ ഞാൻ. സന്തോഷ് തീർച്ചയായിട്ടും അതിൽ കുറഞ്ഞ
ഇങ്ങനൊരു പിന്മാറ്റം പോലീസിന് സാധ്യമല്ല. അത്രയധികം നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഒരു കാരണവശാലും പിന്മാറാൻ കഴിയില്ല എന്നൊക്കെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ്. ഈ വഴി ഘടക പോലീസ് ഗവൺമെന്റ് ആശുപത്രി നേതാക്കൾ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ്. പോലീസ് പറഞ്ഞ കാര്യങ്ങൾ അവർ ചർച്ച നടത്തുന്നു. എങ്ങനെയാണ് ഏതാണ്ട് 2.5 മണിക്കൂറുകളിലുള്ള ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം ഇതിലൂടെ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. എന്തായാലും പോലീസും പാർട്ടി പ്രവർത്തകരും തമ്മിൽ നിരന്തരം ചർച്ച നടന്നിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്ന് CPM നേതാക്കളുമായി ചർച്ച നടത്തി. ഇതിന് പിന്നാലെയാണ് ആദ്യം പറയുന്നു CPM നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾ പ്രകടനമായി വന്ന് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാം എന്ന്, അത്തരത്തിൽ പറ്റില്ല എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും അവസാനം എന്തായാലും ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.